ഞാൻ നാടകം പഠിക്കുന്ന കാലം നാടകം ചെയ്ത് ഞാൻ തിരുവനന്തപുരത്ത് അന്ന് നിലവിലുണ്ടായിരുന്ന ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി പഠനകാലത്തുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഒരുപാട് സജീവമായ അമച്ചർ നാടക സംഘങ്ങളുണ്ടായിരുന്നു. ആ അമച്ചർ നാടക സംഘങ്ങളിലൊക്കെ ഞാൻ ഓടി ഓടി അഭിനയിക്കുമായിരുന്നു. അത് വളരെ വ്യത്യസ്തമായ അവതരണ രീതികളുള്ള നാടക സംഘങ്ങളായിരുന്നു. ഭരതഗ്രഹം എന്ന് പറഞ്ഞ പൂജപ്പുര കേന്ദ്രീകൃതമായിട്ട് CP കൃഷ്ണകുമാർ എന്ന് പറയുന്ന എനിക്ക് വാസ്തവത്തിൽ എൻ്റെ ഗുരുതുല്യനായിട്ട് ഞാൻ കാണുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം. പിന്നെ K രഘു എന്ന് പറയുന്ന നാടകയോഗം, അന്ന് ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു ആ രഘുസാറിൻ്റെ സംഘത്തിൽ. പിന്നെ കാവാലം നാരായണ പണിക്കരുടെ സോപാനം. പണിക്കർ സാറിൻ്റെ സോപാനം എന്ന് പറയുന്നത് ഇവരൊക്കെ ചെയ്യുന്ന നാടകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ അവതരണ രീതികളിലൂടെ നാടകം അവതരിപ്പിക്കുന്ന ഒരു സംഘമായിരുന്നു. അപ്പോൾ ഇത്തരം സംഘങ്ങളിൽ ഉള്ള വളരെ വ്യത്യസ്തമായ അവതരണ രീതികളിലും ശീലങ്ങളിലൂടെയാണ് ഞാൻ എന്ന നടൻ രൂപപ്പെട്ടത്. എനിക്ക് കിട്ടിയ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടന്ന ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ട് നടന്നത് അതായിരുന്നു. പ്രശസ്തിയുടെ പിന്നാലെ നിങ്ങൾ ഓടണ്ട. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പ്രഗത്ഭനാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കണം, അതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കണം. ഞാൻ ഒരു നടനായിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങളുടെ നടനെ പ്രാഗൽഭ്യമുള്ള നടനാക്കി മാറ്റണം. നിങ്ങളുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന തരത്തിലേക്ക് എത്തണം. നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ഒരുപാട് സൊസൈറ്റിയിൽ നിന്നും വീട്ടിൽ നിന്നുമൊക്കെ ഒരുപാട് എതിർപ്പുകളും അവഗണനകളും അനുഭവിക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കർമ്മം ചെയ്യുക. അത് ഒരു നാൾ ആ കർമ്മത്തിന് ഫലം കിട്ടും. അതുതന്നെയാണ് മഹേഷിൻ്റെ പ്രതികാരം എനിക്ക് തന്ന ഫലം. അല്ല, കഥ എന്നോട് ദിലീഷ് പറയുമ്പോൾ എനിക്ക് കഥ ഭയങ്കര ഇഷ്ടമായി. ഒരു ചെറിയ മുഹൂർത്തത്തിൽ നിന്ന് ഇങ്ങനെ വളരെ രസകരമായി വികസിച്ചു പോകുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഒരു കഥയാണ്. അപ്പം അതിനകത്ത് എൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ. ഞാൻ പോത്തൻ എന്നോട് പറഞ്ഞത് കുറച്ച് ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ പോത്തിനോട് പറഞ്ഞു, എൻ്റെ ഒരു ആത്മവിശ്വാസക്കുറവ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കോമഡി ചെയ്തിട്ടുള്ള ആളല്ല, എനിക്കങ്ങനെ ഇളകി ചെയ്യാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു കൊമേഡിയനായി ഞാൻ അങ്ങനെ പെർഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോത്തൻ പറഞ്ഞു, ഒരു കാര്യവും പേടിക്കണ്ട, ചേട്ടൻ സീരിയസ് ആയിട്ട് ചെയ്താൽ മതി, ആളുകൾ ചിരിച്ചോളും. അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ സീരിയസ് ആയിട്ട് ചെയ്തു, തിയേറ്ററിലിരുന്ന് ആളുകൾ ചിരിച്ചു, ഞാൻ അവരുടെ ഒപ്പം ഇരുന്ന് ചിരിച്ചു. പോത്തൻ്റെ വാക്ക് പൊന്നായി. അല്ല, അത് എനിക്ക് സ്ക്രിപ്റ്റ് തന്ന ശക്തിയാണെന്ന് പറയും. മഹേഷിൻ്റെ പ്രതികാരത്തെ സംബന്ധിച്ചിടത്തോളം ബേബിച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം, അല്ലെങ്കിൽ അതിനകത്ത് വന്ന ഒരു സീനിൽ പോലും വന്നു പോകുന്ന കഥാപാത്രങ്ങൾ, വളരെ ചെറിയ വേഷങ്ങൾ, ചെറിയ നിമിഷങ്ങളിൽ പോലും വന്നു പോകുന്ന കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ആ സ്ക്രിപ്റ്റ് റൈറ്ററോട്, ശ്യാം പുഷ്കറിനോടാണ് ഞങ്ങളൊക്കെ കടപ്പെട്ടിരിക്കുന്നത്. ശ്യാമും ദിലീഷും ഈ ഷൂട്ട് ചെയ്യുന്ന പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഞങ്ങളുടെ ഈ ഷൂട്ടിംഗ് നടക്കുന്ന ചെറുതോണി, പ്രകാശ്, ഇടുക്കിയുടെ പല ഭാഗങ്ങളിൽ അവർ പോയി താമസിക്കുകയും 6 മാസത്തോളം അവിടുത്തെ ജീവിതം കാണുകയും അവിടുത്തെ മനുഷ്യർ സംസാരിക്കുന്നതും, അങ്ങനെ അവിടെയുള്ള മനുഷ്യരിൽ നിന്നാണ് ആ കഥാപാത്രമായിട്ട് ഞങ്ങളൊക്കെ അവർ മാറ്റിയെടുത്തത്. അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അത് ഞങ്ങൾക്ക് വളരെ ഈസിയായിരുന്നു. കാരണം അവർക്കറിയാമായിരുന്നു എന്താണ് ഞങ്ങളിൽ നിന്ന് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഒട്ടും ഇംപ്രവൈസേഷൻസ് ഒന്നും ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല. കൂടുതലായിട്ട് നടന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വലിയ ഇംപ്രവൈസേഷൻസ് ഒന്നും സീനുകളിൽ വേണ്ടി വന്നിട്ടില്ല. ഞങ്ങളുടെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അച്ചിട്ട പോലെ കറക്റ്റായിട്ട് ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു ഇപ്പോൾ പറഞ്ഞ ഈ സാധനം മുഴുവൻ. ഈ പറയുന്ന ഡയലോഗ് പോലും എൻ്റെ ഐഡിയയായി പോയി, നിൻ്റെ ആയിരുന്നു കൊന്നേനെ പന്നി എന്ന് പറയുന്ന ഈ സാധനം പോലും സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഡയലോഗാണ്. അതൊന്നും ഒരു മനോധർമ്മത്തിൽ ചെയ്ത ഒരു സാധനമല്ല. അങ്ങനെ പൂർണ്ണമായൊരു സ്ക്രിപ്റ്റിൻ്റെ പുറത്താണ് ഞങ്ങളെപ്പോലെയുള്ള നടന്മാരെ പോത്തൻ കൈപിടിച്ച് നടത്തിക്കൊണ്ടുപോയത്. അതാണ് ആളുകൾ സ്വീകരിക്കാനും കാരണം. ഗപ്പിയുടെ കഥ ജോൺ പോൾ എന്നോട് പറയുമ്പോൾ, എന്നോട് മഹേഷിൻ്റെ പ്രതികാരത്തിൻ്റെ ഷൂട്ട് കഴിയുമ്പോഴാണ്, സിനിമ റിലീസ് ചെയ്തിട്ടില്ലായിരുന്നു, ജോൺ പോൾ ഈ കഥ പറയുമ്പോൾ എനിക്ക് തോന്നിയത്, അവൻ പറഞ്ഞൊരു പരിസരം, ആ കഥയുടെ ആ കഥ നടക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സ്ഥലം പ്രേക്ഷകർ റിലേറ്റ് ചെയ്യുമോ, അങ്ങനെ ഒരു സ്ഥലമുണ്ടോ, ഒരു സ്പേസ് ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം തോന്നി. പക്ഷേ ഞാൻ ലൊക്കേഷനിലെത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെ സ്ഥലമുണ്ട്. അത് സ്ക്രിപ്റ്റ് ജോൺ എഴുതുമ്പോൾ അങ്ങനെ ഒരു സ്പേസ് അവൻ്റെ ഭാവനയിൽ തോന്നിയ ഒരു സ്പേസ് അവൻ കണ്ടെത്തി ഷൂട്ട് ചെയ്യാൻ. അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ നാഗർകോവിൽ കഴിഞ്ഞിട്ട് തിരുനെൽവേലിക്ക് പോകുന്ന ഭാഗത്താണ് അതിൻ്റെ ലൊക്കേഷൻ. അവിടുത്തെ കടപ്പുറവും നമ്മളൊട്ടും കണ്ടിട്ടില്ലാത്ത കേരളത്തിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്ത് തൊട്ടടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ലൊക്കേഷൻ, ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന സ്ക്രിപ്റ്റിലുള്ള ഒരു വേറുതരം അത്ഭുത ലോകമാണ് ആ സ്പേസ്, ആ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. അത് ആളുകളെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. കാരണം അങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, അത് കൃത്രിമമായി സൃഷ്ടിച്ചതല്ല.
എനിക്കാദ്യം തോന്നിയ സംശയം അതായിരുന്നു. പക്ഷേ ഷൂട്ട് ലൊക്കേഷനിൽ എത്തുമ്പോഴാണ് ഞാൻ പോലും ഞെട്ടിപ്പോയത്. അത് സിനിമയുടെ വിഷനിലേക്ക് വരുമ്പോൾ പിന്നെ അതിൻ്റെ മനോഹാരിത ഒന്നുകൂടി മാറുകയാണ്. അങ്ങനൊരു അതാണ് മാജിക്, സിനിമയുടെ മാജിക് എന്ന് പറഞ്ഞ സാധനം. എനിക്ക് തോന്നുന്നു സിനിമയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള സാധനം സിനിമയിൽ സൗഹാർദ്ദങ്ങളില്ല എന്നുള്ളതാണ്. എനിക്ക് നേരെ തിരിച്ചുള്ള അഭിപ്രായമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗഹാർദ്ദങ്ങളാണ് എന്നെ സിനിമയിൽ എത്തിച്ചതെന്ന് പറഞ്ഞ പോലെ അത്തരം കൂട്ടായ്മകളിൽ നിന്നാണ് നല്ല സിനിമകൾ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ പഴയ കാലഘട്ടങ്ങൾ എടുത്ത് നോക്കിയാൽ നല്ല സിനിമകളുടെ പുറകിൽ ഒരു വലിയ ശക്തമായ സൗഹൃദത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഭരത് സാറിൻ്റെ ആയാലും പത്മനാഭ സാറിൻ്റെയൊക്കെ സൗഹാർദ്ദത്തിൽ നിന്നുണ്ടായ സിനിമകൾ, അത് കാലം മറക്കാത്ത ജോർജ് സാറിൻ്റെ സിനിമ. അപ്പോൾ അന്നും അങ്ങനെയുണ്ട്. നല്ല കാലമെന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് തന്നെയാണ് നല്ല സിനിമകളൊക്കെ രൂപപ്പെട്ടു വന്നിരുന്നത്. ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെയും അത്തരം സൗഹാർദ്ദങ്ങൾ, എനിക്കൊരു നാടക ചെയ്യുന്ന പോലെയുള്ള നാടക സൗഹാർദ്ദം ഉണ്ടായിരുന്ന പോലെയുള്ള സൗഹാർദ്ദ സംഘങ്ങളിൽ തന്നെയാണ്. അത് എം പി സുകുമാരൻ്റെ പടത്തിലായാലും രാജീവ് രവിയുടെ പടത്തിലായാലും ഒക്കെ ഞാൻ അനുഭവിച്ചു. പോത്തൻ്റെ പടത്തിലായാലും ജോൺ പോളിൻ്റെ പടത്തിലായാലും ഇപ്പോൾ കിസ്മത്തിൽ ഷാനവാസിൻ്റെ കൂടെ ആയാലും എല്ലാം സൗഹാർദ്ദമായിരുന്നു. ഞങ്ങളൊക്കെ എല്ലാവരും ഒരു കുടുംബം പോലെ ഒരു നാടകം ചെയ്യുന്ന അതേ സ്പിരിറ്റോടുകൂടി തന്നെയാണ്. എൻ്റെ റോള് കഴിയുമ്പോൾ ഞാൻ പോവുകയല്ല ചെയ്യുന്നത്. ഞാൻ ആ സിനിമയുടെ ഭാഗമായിട്ട് എം പി സുകുമാരൻ നായരുടെയൊക്കെ സെറ്റിലാണെങ്കിൽ ഞങ്ങളെല്ലാവരും എല്ലാ ജോലികളും ചെയ്യും. വെറുതെ അഭിനയിച്ചിട്ട് ക്യാമറയിൽ ആക്ഷൻ കട്ട് കഴിയുമ്പോൾ എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകുകയല്ല. ഞങ്ങൾ പ്രൊഡക്ഷൻ പണി വരെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വലിയ സൗഹാർദ്ദത്തിൻ്റെ പുറത്ത് തന്നെയാണ് നല്ല സിനിമകളൊക്കെ എന്നും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ച പുതുതലമുറയിൽ കാണുന്നുണ്ട് എന്നുള്ളത് ശുഭകരമായൊരു സൂചനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.